ഇന്നലെ അനുമോളും അതോടൊപ്പം തന്നെ ജിസയിലും കൂടി ജയിലിനുള്ളിൽ കിടന്നപ്പോഴത്തേക്കും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിസയിൽ പറഞ്ഞ ചില പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് അനുമോൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജിസയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അനുമോൾ ധരിപ്പിച്ചിട്ടുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ പെട്ടുപോയി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ജിസയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട്. കാരണം അത്രയ്ക്കും കൃത്യമായിട്ടായിരുന്നു ജിസയിൽ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയത് അനുമോളെ. എടുത്തു പറയുന്നത്, നീ എന്തിനാണ് ഈ വിക്ടിം കാർഡ് ഇറക്കുന്നത്? അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് ഇത് ചെറുപ്പം മുതലെയുള്ള വാശിയാണോ അത് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയ വാശിയാണോ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അനുമോൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാമോ, ഏതൊക്കെ തരത്തിൽ അവരെ വേദനിപ്പിക്കാമോ, പക്ഷെ അവർക്ക് എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ ബാധിക്കുമെന്നോ ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി വാശി കാണിക്കുക. പിന്നെ പലയിടങ്ങളിൽ കള്ളത്തരങ്ങൾ പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ തന്നെ ജിസയിൽ വളരെ കൃത്യമായിട്ട് അനുമോളത്ത് എടുത്തു ചോദിച്ചു. പക്ഷേ ഇതിനൊന്നും തന്നെ അനുമോക്ക് തിരിച്ച് പറയാൻ ഉത്തരമില്ല. അവസാനം പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും പുതപ്പം മൂടി അങ്ങ് കിടക്കുവാണ്, കുറെ കരച്ചിലും കൂടി. ശരിക്കും അനുമോക്ക് ഉത്തരമില്ല. കാരണം ജിസയിൽ പറഞ്ഞ ഓരോ കാര്യവും കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. അത് പുറത്തുള്ള പ്രേക്ഷകർക്ക് തന്നെ പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജിസീലിന്റെ വായിൽ നിന്ന് വന്ന ആ കാര്യങ്ങളെന്ന് പറയുന്നത്. ശരിക്കും അവിടെ അനുമോള് പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല തിരിച്ചു പറയാൻ ഉത്തരമില്ല. പിന്നെ കരച്ചിലായിരുന്നു. ആ ചില ഘട്ടങ്ങളിൽ അനുമോൾ അവിടെ കാണിക്കുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്, മനുഷ്യത്വപരമല്ലാത്ത പല രീതിയിലും പല കാര്യങ്ങളും അനുമോളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാവുന്നുണ്ട്. കൃത്യമായിട്ട് ജിസയിൽ മനസ്സിലാക്കി ചോദിച്ചപ്പോഴത്തേക്കും അനുമോൾ അവിടെ പെട്ടുപോയി എന്ന് വേണം ഇന്നലത്തെ ആ ഒരു ജയിലിനുള്ളിലെ ആ കാഴ്ച കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയും.